السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. നാം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നേടുന്നവരാണ്. ജീവിതം അഭിവൃദ്ധിയിലായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് വലിയ ഇസ്സത്ത് നൽകണമെന്ന് ചിന്തിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് വലിയ സന്തോഷം ലഭിക്കാൻ, ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കാൻ, ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂൽ പറഞ്ഞതായി കാണാം, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഒരാൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ, മാപ്പ് കൊടുത്താൽ, പുറത്തു കൊടുത്താൽ അത് കാരണം അല്ലാഹു തആല അയാളെ ഇസ്സത്ത് വർദ്ധിപ്പിക്കും, അഭിമാനം വർദ്ധിപ്പിക്കും, അയാൾക്ക് സന്തോഷമുള്ള ജീവിതം ലഭിക്കും. ഒരാൾ നമ്മെ ആക്രമിച്ചു, ശാരീരികമായി ആക്രമിച്ചു, അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ വാക്കുകൊണ്ട് നമ്മെ നോവിപ്പിച്ചു, നമ്മുടെ ധനം അത് മറ്റൊരാൾ അക്രമപരമായി പിടിച്ചെടുത്തു, നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന് അയാൾ എന്തെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ നൽകി നമ്മെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു. ഇങ്ങനെയൊക്കെയാകുമ്പോൾ സ്വാഭാവികമായ മനുഷ്യർ പ്രതികരിച്ചു പോകും അല്ലെ? തിരിച്ചങ്ങോട്ടും അതുപോലെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. ആ സന്ദർഭത്തിൽ നാം നമ്മുടെ സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്തി ഒരിക്കലും അങ്ങോട്ട് നമ്മെ പരിഹസിച്ചവരെ, നമ്മെ കളിയാക്കിയവരെ തിരിച്ചങ്ങോട്ട് കളിയാക്കാതെ അഫ്വു ചെയ്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കുക. നിങ്ങളെന്നെ വിളിച്ചോ, എനിക്ക് വിഷയമല്ല, ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. എത്ര ആലിമ്യങ്ങൾ അങ്ങനെ പറയുന്ന ആൾക്കാർ, അവരുടെ ഇസ്സത്ത് നമുക്ക് കാണുന്നില്ലേ? നാമും അവർ പറയുന്ന പോലെ തിരിച്ച് അങ്ങോട്ട് പറയാനും, അങ്ങോട്ട് ദേഷ്യം പിടിക്കാനും, അങ്ങോട്ട് അക്രമം ചെയ്യാനും തുനിഞ്ഞാൽ നാമും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവരെ മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവരാണ്, നാമും ആ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നവരായി മാറിയാൽ നമ്മുടെ ഇസ്സത്തും ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനുഷ്യത്വവും നമ്മുടെ മനസ്സിന് എടുത്തു കളയുക ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് തിരിച്ചങ്ങോട്ട് അതേ രൂപത്തിൽ ആക്രമിക്കാതെ, പ്രതികരിക്കാതെ, ഇത് ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ച ചെയ്യാൻ, നന്മ കൊണ്ട് തിന്മയെ നേരിടാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല ഇസ്സത്ത്, അഭിമാനം വർദ്ധിപ്പിച്ചു തരും. ഉയരങ്ങളിലെത്താൻ നമുക്ക് സാധിക്കും. വമാ തവാളഅ അഹ്ദുൻ ഇല്ലാ റഫഅഹു അല്ലാഹ്. ഒരാൾ വിനയം കാണിച്ചാൽ, തവാളു കാണിച്ചാൽ അല്ലാഹു തആല അയാളെ ഉയർത്തും. അല്ലാഹു തആല നമുക്ക് എന്തെങ്കിലുമൊക്കെ നിഅമത്ത് തന്നാൽ ആ നിഅമത്തിൽ അല്ലാഹു തആലക്ക് അങ്ങേയറ്റം ശുക്ർ പ്രകടിപ്പിച്ച്, നന്ദി പ്രകടിപ്പിച്ച് ജീവിക്കുക എന്നല്ലാതെ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ധാരാളം സമ്പത്ത് അല്ലാഹു തആല നൽകി, വലിയ സ്ഥാപനങ്ങൾ അല്ലാഹു തആല നൽകി, വലിയ വാഹനങ്ങൾ അല്ലാഹു തആല തന്നു, മക്കളെ തന്നു, നല്ല സന്തോഷമുള്ള കുടുംബജീവിതം തന്നു, റാഹത്തുള്ള വീട് നൽകി. ഇതൊക്കെ അല്ലാഹു തആല നൽകുമ്പോൾ നാം കൂടുതൽ വിനയമുള്ളവരായി തീരണം. ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. എനിക്കെല്ലാം കിട്ടി, ഞാൻ തന്നെയാണ് എല്ലാം, ഞാനെല്ലാം തികഞ്ഞവനാണെന്നൊരു ചിന്ത ഒരിക്കലും മനസ്സിലേക്ക് കടന്നു വരാതെ കൂടുതൽ വിനയമുള്ളവരായി മാറാൻ നമുക്ക് സാധിച്ചാൽ അത് കാരണം നമുക്ക് അല്ലാഹു തആല വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് ഇഹത്തിലും പരത്തിലും നമ്മ വിജയികളിൽ, വിനയമുള്ളവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല മുത്ത് ഹബീബിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള വലിയ ഭാഗ്യം തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.